ഹായ് ഗായ്, ഇന്ന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഇന്ന് എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോൾ ചേച്ചിയുടെ വായിന്ന് വീണ ഒരു കോമഡിയാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, രൂപം കൊണ്ട് പുരോഗമന വാദിയും, പക്ഷേ നിൻ്റെ സ്വഭാവത്തിൽ ഒരു 50% ഒരു കുലസ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞു. സോ അതേ സമാനമായൊരു വേർഡ് ഞാൻ വേറൊരു സ്ഥലത്തുനിന്നും ഇതുപോലൊരു കോൺവെർസേഷൻ കേൾക്കുകയുണ്ടായി. സോ അപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ എന്നാൽ ഇന്നൊന്ന് കുലശ്രീ ആവാം എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചൊന്ന് ചേച്ചി ചൊറിയാനാണ് ആദ്യം. ഞാൻ അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചൊറിയാനും നിൽക്കാറില്ല. ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം, പിന്നെ ചേച്ചിയും കാണിച്ചു. അപ്പോൾ ചേച്ചിയുടെ റിയാക്ഷനിൽ ഞാൻ വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇടാം. റെക്കോർഡ് ചെയ്യുന്നതിൽ ചേച്ചിക്ക് ഇഷ്ടമുള്ളതൊരു കാര്യമാണ്. ക്യാമറയിൽ വന്ന് നിൽക്കാറൊന്നുമില്ല. ആണെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ അത് ഞാൻ ആഡ് ചെയ്യില്ല കേട്ടോ. സോ ഓക്കെ, കം ടു ദ പോയിന്റ്. സോ അപ്പോൾ എനിക്കിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഹോംലി ഞാനിങ്ങനെ രണ്ട് സൈഡും പിന്നിയിട്ട് നടക്കുന്നതൊക്കെ കുച്ചിലായിരുന്നു. ഇവിടെ നിന്ന് അങ്ങനെ പിന്നിയിട്ട് നടക്കാറില്ല. അപ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തോന്നി, ഓക്കെ മേക്കപ്പ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഐ ഡിഡ് എനിത്തിങ്. കുറച്ചൊന്നൊരു ബ്ലഷ് ഇട്ടു, ലിപ് ബാം ഇട്ടു, ഐബ്രോ ഒന്ന് കറക്റ്റ് ചെയ്തു. ഇപ്പം ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ, ഞാൻ ഒരുപാട് മേക്കപ്പ് യൂസ് ചെയ്ത ഒരാളാണ്, ഒരുപാട് യൂസ് ചെയ്തൊരു പേഴ്സണാണ്. പക്ഷേ ഒരു പോയിന്റിൽ നമുക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ ഒരു ആവശ്യം, നമ്മൾ ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സ്കിന്ന് ഫ്രീ ആയിട്ട് വിടാം, മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഇട്ടാൽ മതിയല്ലോ എന്നൊരു റിയലൈസേഷനിലേക്ക് എത്താൻ എനിക്ക് കുറച്ച് ടൈമേ. അല്ലെങ്കിൽ ഞാനൊരു ലിപ്സ്റ്റിക്ക് പോലും ഇടാതെ പുറത്തിറങ്ങാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നില്ല. ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് ഞാൻ ടോട്ടലി എൻ്റെ സ്കിന്നിൽ ഞാൻ കംഫർട്ട് ആവാൻ തുടങ്ങി. എൻ്റെ കളർ ടോണിൽ ഞാൻ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇമ്പ്രൂവ് ചെയ്യണം, തീർച്ചയായിട്ടും എനിക്ക് സ്കിൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, ഉള്ള ബഡ്ജറ്റിൽ ഞാൻ എപ്പോഴും എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ കം ടു ദ പോയിന്റ്, മേക്കപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ എനിക്കത് തലതിരിച്ച് ചെയ്യണമെന്ന് തോന്നി. ഞാൻ ആദ്യം റെഡിയായിട്ട് ഇനി റിമൂവ് ചെയ്യുന്നത് എടുത്തു തുടങ്ങാൻ തോന്നി. നമ്മൾ എങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണമെന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പം എനിക്കങ്ങനെ തോന്നി, ഞാൻ അങ്ങ് ചെയ്തു. ഇരിക്കട്ടെ, ഒരു വെറൈറ്റി. സോ ഞാനിപ്പം മേക്കപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രൈഡൽ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വെഡ്ഡിങ്സിൻ്റെയും പാർട്ടി വെയേഴ്സ് എല്ലാം ചെയ്യും. ഇപ്പം എന്ത് ഫങ്ഷൻ തന്നെ ആണെങ്കിലും അതിനനുസരിച്ചുള്ള മേക്കപ്പ് അവർക്ക്, നമ്മുടെ ക്ലയൻറ്റിന് എന്താണ് വേണ്ടത് അതാണ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ ഇപ്പോൾ ഒരു നിയർ ടു 6 months ആവുന്നു. വരുന്ന വർക്കുകളൊക്കെ ചെയ്യുന്നു. പിന്നെ വേറൊരു ചെറിയ പ്ലാനും കൂടെ ഉള്ളിലുണ്ട്, അതിപ്പോൾ ഞാൻ സക്സസ് ആയിട്ട് പറയാം. അപ്പം അതിൻ്റെ കുറച്ച് ഓട്ടത്തിലായതുകൊണ്ട് ഞാനിപ്പം ഇതിൻ്റെ വരുന്ന വർക്കുകൾ എടുക്കുന്നു അല്ലാതെ ഇതിൽ കുറച്ചും കൂടെ ഒന്ന് ഇറങ്ങി പണിയെടുക്കണം. പറഞ്ഞ നമ്മൾ എന്താ പറയുക, എനിക്കറിയാവുന്ന സൗഹൃദങ്ങളിലൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്നുള്ള കാര്യം പറയാം. അങ്ങനെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് ഷൂട്ട്സുകൾ ചെയ്യാം. ഞാൻ ഇൻഡസ്ട്രിയിലാണ്, അപ്പോൾ തീർച്ചയായിട്ടും മോഡൽസായ സുഹൃത്തുക്കളെ അറിയാം. അപ്പം അവരെ മേക്ക് ഓവർ ചെയ്തും അല്ലാതെ കുറച്ച് കാര്യപരമായിട്ട് പേജ് ഒന്ന് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ട്. അതിന് മുന്നേ ഞാനിപ്പോൾ ഒരു ചെറിയ കാര്യത്തിൽ ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്തത്. ഈ തിരുപ്പ ഞാൻ ബ്രൈഡൽസിന് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. സോ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കുറച്ച് റേറ്റും ഉണ്ട് അത്യാവശ്യം. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഗുഡ് ക്വാളിറ്റി. ഞാൻ പിന്നീട്ട് പോലും അത്ര ഉടക്കുകളില്ല കമ്പയർഡ് ടു ഞാൻ ഇവിടെ നമ്മൾ എത്ര കട്ട് ചെയ്താലും ഇവിടെ ഒരു അലയൻസ് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും കട്ട് ചെയ്യാറ്. പിന്നെ കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും അലയൻസ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കട്ട് ചെയ്യില്ല. സൈഡ് എൻഡ് ഇതിപ്പോൾ ഞാനിപ്പം ഫുള്ള് വീഡിയോയിൽ കാണിച്ചില്ലല്ലോ, പിന്നെ വീട്ടിൽ എടുക്കാനായതുകൊണ്ട് കട്ട് ചെയ്തില്ല. പിന്നെ ഈ യൂസ് ചെയ്യാനുള്ളതാണ് ഓളം. സോ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തില്ല. സോ ഇത് ഞാനങ്ങനെ പിന്നെ കിട്ടുന്ന സമയത്ത് ഇപ്പം ഞാൻ ബാക്കിൽ ഒന്നും വച്ചില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ എൻ്റെ മുടി, വച്ചാൽ മുടി ഇത്രയും ഉള്ള. അതുകൊണ്ടാണ് ഐ നീഡ് ടു ഡിപ്പെൻഡ് അല്ലേ. നമുക്ക് ഇങ്ങനെയും കെട്ടാൻ കേട്ടോ, കൊള്ളായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ ഒന്ന് തിക്നെസ് വേണമെന്ന് തോന്നി. തിക്നെസ് ആണല്ലോ നമ്മുടെ ഒരു കൺസെപ്റ്റ്. പണ്ടെനിക്ക് തിക്നെസ് ഉണ്ടായിരുന്നില്ല എന്നല്ല. മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ ഹെയർ കട്ട് ഉണ്ടല്ലോ, ഹെയർ ഒക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു. നമ്മുടെ റാമ്പിലൂടെ നടക്കുന്ന സമയത്ത് മുട്ടികളിൽ ഇങ്ങനെ പറക്കുന്നു. സോ നമ്മൾ മോഡൽസിനെ ഇൻസ്പയർഡായിട്ട് കാണുമ്പം അവർ എല്ലാം നോക്കും.
പിന്നെയാണ് അപ്പം ഞാൻ ഹെയർ കട്ട് ചെയ്തു, എൻ്റെ തിക്നെസ് കുറഞ്ഞു. ആഫ്റ്റർ ദാറ്റ് ഐ റിയലൈസ് ലൈക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ കോൺഫിഡൻസ്, നമ്മൾ എങ്ങനെയാണ് ആ സ്റ്റേജ് ക്യാരി ചെയ്യുന്നത് അതിലാണ് ഇരിക്കുന്നത്. സൗന്ദര്യം, ബ്യൂട്ടി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സ്കിൻ ടോണും നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മളെപ്പോഴും ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തും തന്നെ കൊണ്ടുപോകണം. അറ്റ് ദ സെയിം ടൈം ഈ പറയുന്നത് പോലെ ഹെയർ കട്ട് ചെയ്യണം എന്ന നിർബന്ധമില്ല. പക്ഷേ എനിക്ക് തോന്നി ഞാൻ ഭയങ്കരമായിട്ട് ഷോർട്ടാക്കി. അത്രയും ഷോർട്ടാക്കാതെ കുറച്ചും കൂടെ ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്ത് അത്രയും ഹെയർ ലൂസ് ആവുന്ന രീതിയിൽ കൊണ്ടുപോകണ്ടായിരുന്നു ആ ഹെയർ കട്ടിങ് എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ അലേർട്ടായി. കഴിയട്ടെ, ചില പോയിന്റ് ഓഫ് വ്യൂകൾ നമ്മൾ എല്ലായിടത്തും പറയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ജീവിതം തന്നെ പഠിപ്പിച്ചത്. പറയേണ്ട സമയമാകുമ്പോൾ അതൊക്കെ പറയാം. ഓക്കെ, കം ടു ദ പോയിന്റ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും അളന്ന് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഒരു മനോഹാരിത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അമിതമായിട്ട് എന്തും ആസ്വദിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ദോഷവശങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് കൂടുതൽ കാലങ്ങളോളം നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അത് വളരെ കെയർഫുള്ളായിട്ട് മിതമായ രീതിയിൽ ഒരു ബന്ധമായിക്കോട്ടെ, ഒരു സഹോദര ബന്ധം, ഫാമിലിയിലാണെങ്കിൽ പോലും നമുക്ക് എല്ലാ ഫ്രീഡവും ഫാമിലിയിലുണ്ട്. പക്ഷെ അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചിലതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും മറക്കാനും നമ്മൾ പഠിക്കണമെന്ന് പറയും. ഞാനേ വലിയൊരു മണ്ടത്തരം ചെയ്തു. ഹെഡ്ഫോണ് അവിടെ വെച്ചിട്ടാണ് ഈ കഥയെല്ലാം പറഞ്ഞത്. എല്ലാം റെക്കോർഡായോ എന്ന് ദൈവത്തിനറിയാം. സോ ഓഫ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ അറിയാം റെക്കോർഡായോ എന്ന് വെച്ചാൽ ഹെഡ്ഫോണിൽ ഇത് ഞാൻ റിമൂവ് അവിടെ മാറ്റി വെച്ചിട്ടാണ് ഈ കഥയെല്ലാം പറഞ്ഞത്. എന്ത് ചെവിയിൽ വയ്ക്കാത്തത്, നമ്മൾ ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു രണ്ട് സാധനം ചെവിയിൽ ഇരിക്കുന്നത് പോലെ. അല്ലാതെ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ബ്യൂട്ടി എനിക്ക് വേണമെന്ന് തോന്നി. പക്ഷെ അത് ഞാൻ ഇതിനകത്തിടാൻ മറന്നു. ഇറ്റ്സ് ഓക്കെ, വിശ്വാസം അതല്ലേ എല്ലാം. ഓക്കെ, പോയിന്റ് എന്താന്ന് വെച്ചാൽ ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്ക് എല്ലാ ഡെവലപ്മെൻറ്റ്സും ഇഷ്ടമാണ്. നമ്മൾ ടെക്നോളജി ഇഷ്ടമാണ്. സോ എവറിത്തിങ് ഐ ലൈക്ക്. നമ്മൾ ലോകത്തിന് നന്മ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും എനിക്കിഷ്ടമാണ്. തെറ്റുകൾ എല്ലാവരും ചെയ്യും, തെറ്റിലൂടെയാണ് പഠിക്കുന്നത്. നമ്മളൊരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ ഒരു പ്രാവശ്യം അതിനെ പഠിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും ആ തെറ്റ് ചെയ്യാതിരിക്കുക. ഒരു പ്രാവശ്യം ചെയ്തത് നമ്മൾ അറിവില്ലായ്മ, വീണ്ടും നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമില്ലേ. അപ്പോൾ അത് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് അറിയാതെ ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് എൻ്റെ ക്യാരക്ടറും. ഞാൻ ഈ പറയുന്ന പോലെ നല്ല കാര്യങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് വയ്ക്കും, അതിൻ്റെ ദോഷവശങ്ങളെ എപ്പോഴും മാറ്റി നിർത്താൻ ശ്രമിക്കും. അതാണ് എൻ്റെ ചേച്ചി പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പം പല കാര്യങ്ങളിലും പണ്ടത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് റെസ്പെക്റ്റാണ്, പക്ഷെ ചില കാര്യങ്ങൾ മാറണം. അതെന്താണ് അപ്ഡേഷൻ എന്ന് പറയും അല്ലേ. നമ്മളിപ്പം ചില കാര്യങ്ങൾ, വിവാഹ സങ്കല്പങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഞാനിപ്പോഴും ആ വിവാഹത്തിൽ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷേ അതിൽ എൻ്റെ അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട്. പണ്ട് അവർ കല്യാണം കഴിച്ചു വന്ന സമയത്തുള്ള രീതികളും ചടങ്ങുകളും, അതിൽ നല്ലത് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാം, മോശമായിട്ടുള്ളത് നമ്മൾ ഉപേക്ഷിക്കുക തന്നെ വേണം. എന്നിട്ട് നല്ലതിനെ കൊണ്ട് നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്ത് കൊണ്ടുവരണം. പണ്ടത്തെ അതേ എല്ലാ പ്രോസസ്സും നമ്മൾ ഫോളോ അപ്പ് ചെയ്യാന്ന് വെച്ചാൽ അത് തെറ്റാണ്. അത് ഒരുതരം ഹരാസ്മെൻ്റ് അല്ലേ. അതുപോലെ എല്ലാത്തിലും നല്ല കാര്യങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. തെറ്റാണ് എന്ന് നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്ന കാര്യം ഒരിക്കലും ചെയ്യരുത്. അത് നമുക്ക് ദോഷം ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്താൽ നാളെ ഒരു സമയത്ത് നമുക്കും അത് ദോഷമായി വരുമ്പോൾ ആരും നമ്മളെ കൂടെ നിൽക്കില്ല. അപ്പോൾ തെറ്റിനെ തെറ്റെന്ന് തന്നെ നമുക്ക് സംഭവിച്ചാലും മറ്റൊരാൾക്ക് സംഭവിച്ചാലും പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, എല്ലാം കഴിഞ്ഞ വൈബ്സ് അവിടെ. പിന്നെന്താ ഞാൻ ചെയ്തത്, ഐബ്രോ ഒന്ന് ചെയ്തിരുന്നു, അതും ഒന്ന് തുടയ്ക്കാം. അപ്പോൾ പിന്നെ എല്ലാം ആയല്ലോ. യെസ്, ഓക്കെ. ഐബ്രോ മുഖത്ത് സൺസ്ക്രീം കിടപ്പുണ്ട്, അത് വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ. ദെൻ ബ്ലഷ് ഇച്ചിരി ഇട്ടിട്ടുള്ളൂ, അത് വ്യക്തമായിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇറ്റ്സ് എനഫ്. അപ്പോൾ ഓക്കെ, ഹാവ് എ നൈസ് ഡേ ഗൈസ്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വ്ളോഗ് ആയിട്ട് കാണാം. See you, like, share, subscribe.